ശ്രീ സജി നന്ദ്യാട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇങ്ങനെ ആഞ്ഞടിക്കുകയാണ്. വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ തുടർന്നും നേരിട്ടു. പല സ്ത്രീകളും സധൈര്യം മുന്നോട്ട് വന്ന് തങ്ങളുടെ പരാതികൾ പൊതുസമൂഹത്തിലും മാധ്യമങ്ങൾക്കും മുൻപാകെ ഉന്നയിച്ചു. അവർ അതിൻ്റെ മേൽ നിയമ നടപടി സ്വീകരിക്കാനും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും അടിത്തറ ഇളക്കുന്ന രീതിയിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത്? ഇന്നത്തെ ഇപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പരാമർശിക്കുകയോ അല്ലെങ്കിൽ മൊഴികൾ കൊടുക്കുകയോ ചെയ്തിട്ടുള്ളവരല്ല ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങളൊരു ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമല്ല, അപൂർണമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ കാരണം സമസ്ത മേഖലകളിലുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തുകയോ അതല്ലെങ്കിൽ സംഘടനകളിലൊക്കെ കുറെ കാര്യങ്ങൾ ചോദിക്കുകയോ ഒക്കെ ചെയ്ത് പൂർണ്ണമായ ഒരു മലയാള സിനിമയുടെ ഒരു അപഗ്രഥനം പോലെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ. എന്തായാലും ഇതൊരു ഭാഗികമാണെങ്കിലും ഇതിൽ ചില നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ മാധ്യമങ്ങൾ ഈ സെക്സ്വൽ ഹറാസ്മെന്റ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നത് നമുക്കറിയാം. അപ്പൊ അതിന്റെ ഒരു വാല്യൂ അതല്ല, അത് വിറ്റഴിക്കാൻ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ, പ്രത്യേകിച്ച് ഓണമാണ്, നമുക്കിപ്പോ പരസ്യങ്ങള് ജനങ്ങളെല്ലാം ടിവിയുടെ മുമ്പിലിരുത്താൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് സിനിമയാണ്. അല്ല, അതിന് നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഈ ലൈംഗിക ചൂഷണത്തോടൊപ്പം തന്നെ അവർ പരാമർശിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകൾ നേരിടുന്ന വേതന വിവേചനം, അതോടൊപ്പം ടോയ്ലറ്റ് സൗകര്യങ്ങളുടെ അഭാവം, എന്തിന് ഭക്ഷണത്തിൽ പോലും ഉള്ള വിവേചനമൊക്കെ തന്നെ. പക്ഷേ അതിനെല്ലാത്തിനും ഒരു ഒറ്റ കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് അവർ ആർക്കൊക്കെയാണോ അടിമപ്പെടുന്നത്, അങ്ങനെയാണെങ്കിൽ ഈ സൗകര്യങ്ങളെല്ലാം അവർക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ലൈംഗിക ചൂഷണം മാധ്യമങ്ങൾ എടുത്തു പറയേണ്ടി വരുന്നത്. അല്ല, ലൈംഗിക ചൂഷണം വ്യക്തിപരമാണ്. അതൊരിക്കലും ഒരു 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 ഗ്രൂപ്പിന്റെ ഒരു ആഗ്രഹമോ അല്ല അവരുടെ ഇതുപോലെ വ്യക്തിപരമായി ചിലർ കാണിക്കുന്ന വൃത്തികേടെന്ന് വേണേൽ പറയാം. അതിന് പാപഭാരം പേറേണ്ടി വരുന്നത് നമ്മുടെ ഈ കൊച്ചു മലയാള സിനിമയാണ്. പിന്നെ വേതനത്തിന്റെ ഒരു ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് വേതനം ഒരിക്കലും ഒരു ലേഡി ആക്ടർക്ക് കൊടുക്കുന്ന വേതനം ഒരു പുരുഷ ആക്ടർക്ക് കൊടുക്കുന്ന വേതനവും നമ്മൾ ഒരിക്കലും ഒരുപോലെ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഇതൊരു പ്രൊഡ്യൂസർ പണം മുടക്കി തന്റെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ തീർച്ചയായും അത്തരം ഈ താരമൂല്യങ്ങൾക്കൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ അംഗീകരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ശ്രീ സജി നന്ദ്യാട്ട്, ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇത്രയധികം വിവേചനങ്ങൾ നേരിടുന്നു, ലൈംഗിക ചൂഷണം നേരിടുന്നു, ഹേമ കമ്മിറ്റിയിൽക്കപ്പുറം, അതായത് അവിടെ വന്ന് പരാതി പറയാത്തവർ വരെ പൊതുസമൂഹത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങി വരുന്നുണ്ട് സധൈര്യം. അതിനൊക്കെ കാരണമായത് ഈ കമ്മിറ്റി റിപ്പോർട്ടായിരിക്കാം എന്നുള്ള ഒരു അനുമാനവുമുണ്ട്. എന്തായാലും ഇതിനൊക്കെ മറുപടി പറയണം. ആരോപണ വിധേയരായവർ അന്വേഷണം നേരിടണം. അത്തരത്തിലൊരു മുഴുവനായുമുള്ളൊരു അഴിച്ചുപണി തന്നെയല്ലേ വേണ്ടത് സിനിമാ മേഖലയിൽ ഇനി അങ്ങോട്ട്? അല്ല, തീർച്ചയായിട്ടും നമ്മുടെ സിനിമാ മേഖല സംശുദ്ധീകരിക്കപ്പെടണം. പക്ഷെ നമുക്കറിയാം ലോകത്തെ സിനിമ ഉണ്ടായത് ലണ്ടനിലാണ്. അന്നത്തെ ഹോളിവുഡ് ലണ്ടനായിരുന്നു. പിന്നീട് അത് US മാറി. ലോക സിനിമ ഉള്ളപ്പോൾ മുതൽ ഈ പ്രവണത ഈ മേഖലയിൽ വളരെ കൂടുതലായിട്ട് കാണുന്നൊരു മേഖലയാണ്. ഇപ്പോൾ മലയാള സിനിമയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് പണ്ട് 4000 വെള്ളിത്തിരയിലും ഒക്കെ പോലെ പഴയ സിനിമാ മാസികളിൽ ഇത്തരം ഗോസിപ്പുകൾ വന്നിരുന്നു. ഇന്ന് വിഷ്വൽ മീഡിയയിലേക്ക് മാറി. ഇത് ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. ഇപ്പോൾ ഒരു അവയർനെസ് ഉണ്ട്, ഒരു പേടി വന്നിട്ടുണ്ട്. ഇപ്പോൾ പഴയ പോലെ അല്ല, പെൺകുട്ടികൾ വന്ന് തുറന്ന് സംസാരിക്കുന്നു. പഴയ പോലെ അടിച്ചമർത്താൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇത് മീഡിയാസിന്റെ ജാഗ്രത കൂടി, പൊതുസമൂഹം ജാഗരൂകരാണ്. ഇത്തരം ഒരു സാഹചര്യം വരുമ്പോൾ ഇത്തരം മോശപ്പെട്ട പ്രവൃത്തി ചെയ്യുന്ന വളരെ വളരെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാരാണ്. അതിനകത്ത് പലരും സിനിമയുമായി ബന്ധമുള്ള, സിനിമയിൽ അംഗത്വമുള്ളവരോ ഒരു രജിസ്റ്റേർഡ് മെമ്പർഷിപ്പിലുള്ളവരായിരിക്കില്ല. സിനിമയിൽ ഇപ്പോൾ ഒത്തിരി പേര് നമ്മൾ കണ്ടാൽ, എറണാകുളത്ത് ചെന്നാലും നമ്മൾ എവിടെ ചെന്നാലും കുറെ പേര് സിനിമാക്കാരാന്ന് പറയും. പക്ഷെ സിനിമാക്കാരാന്ന് പറയുന്നവർക്ക് ആർക്കും ഒരു ഐഡന്റിറ്റി ഇല്ല. അപ്പൊ ആർക്കും സിനിമാക്കാരാകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഇവര് ഈ കാച്ചിങ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തുന്നത് സാമ്പത്തികമായി ചൂഷണം ഉണ്ടോ സിനിമാക്കാരാന്ന് പറഞ്ഞ് OTT പ്ലാറ്റ്ഫോമിൽ ഈ അടുത്ത നാളിൽ വലിയ ചൂഷണം നടന്നു. പെൺകുട്ടികളെ വിളിച്ചു വരുത്തി, ഹോട്ടലിലെ റൂമുകളെ വിളിച്ചു വരുത്തി മറ്റേ നായകനാക്കാന്ന് പറഞ്ഞു. ഇതെല്ലാം പേറുന്നത് ഈ സിനിമയുടെ പുറത്തേക്കാണ്. പക്ഷെ ഇതിൽ യഥാർത്ഥ സിനിമാക്കാർ എത്ര പേരുണ്ടെന്നുള്ളതാണ് ചോദ്യം. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാന്ന് പറഞ്ഞു. ഇപ്പൊ ഇന്നലെ മിനു തന്നെ പറഞ്ഞത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ് വരുന്നു. ഇവരൊന്നും ഞങ്ങളുടെ അംഗത്വമുള്ളവരൊന്നുമല്ല. അപ്പൊ ഇവരൊക്കെ വരുമ്പോഴും സിനിമ എന്ന് പറഞ്ഞ ആ ഒരു റൂമിനുള്ളിൽ ഇവർ അടയ്ക്കപ്പെട്ടിട്ട് ഞങ്ങൾ സിനിമാക്കാരാണെന്ന് പറയുമ്പോൾ
അതിന്റെ പാപം കൂടെ സിനിമയിലേക്ക് വരികയാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞ് ഒരു പുതിയ കമ്മിറ്റി രൂപീകൃതമാകുമല്ലോ. അതിൽ സമഗ്രമായ മാറ്റങ്ങൾ തന്നെയാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അതോടൊപ്പം ഈ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി എന്നുള്ളൊരു സംവിധാനം കൂടി കാര്യക്ഷമമാക്കൂ. കാരണം താങ്കൾ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലാരും പരാതിപ്പെടുന്നില്ല, അതുകൊണ്ട് ആർക്കും പരാതിയില്ല എന്നൊക്കെ. എന്തായാലും ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിയും രൂപീകൃതമാകണം, അതോടൊപ്പം പുതിയ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകൃതമാകണം. അവർ എല്ലാ കാര്യങ്ങളിലും ജാഗ്രതയോടുകൂടി തന്നെ ഇടപെടണം. അങ്ങനെ ഒരു കമ്മിറ്റി തന്നെ ഉണ്ടാകും തുടർന്ന് എന്നൊക്കെയുള്ള പ്രതീക്ഷ താങ്കൾ വെച്ച് പുലർത്തുന്നുണ്ടോ? അതോ ഈ കാലാനുകാലങ്ങളായി എന്താണോ തുടരുന്നത് അത് തന്നെ ഇനിയും ആവർത്തിക്കുമെന്നുള്ള ഒരു തോന്നലുണ്ടോ? അല്ല, അതേക്കുറിച്ച് എനിക്ക് ശകലം സംസാരിക്കാനുണ്ട്. നമ്മുടെ ചർച്ചകളിൽ പ്രധാനമായും പ്രാധാന്യം കൊടുക്കുന്നത് സെക്സ്വൽ ഹറാസ്മെന്റ് ആണ്. അതിന് കൊടുക്കണം. അതോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളും, ഒന്ന് ICCയുടെ കാര്യം പറഞ്ഞല്ലോ, ഇന്റേണൽ കമ്മിറ്റിയുടെ കാര്യം. ഇതിനകത്ത് ഇന്റേണൽ കമ്മിറ്റി കാര്യക്ഷമമല്ല എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഞങ്ങളെ വളരെയധികം വേദനിപ്പിച്ച കാര്യമാണ്. അതിന് കാരണമുണ്ട്. നമുക്കറിയാം, WCC കൊടുത്ത ഒരു പരാതി ഹൈക്കോടതിയിൽ കൊടുത്തു. ഹൈക്കോടതി കൊടുത്തതനുസരിച്ച് ഹൈക്കോടതി ഒരു നിർദ്ദേശം കേരള വനിതാ കമ്മീഷൻ കൊടുത്തു. ഈ വനിതാ കമ്മീഷന് മലയാള സിനിമയിലെ അപ്പെക്സ് ബോഡി എന്ന് പറഞ്ഞാൽ സിനിമയ്ക്കുള്ളിൽ പണം മുടക്കുന്ന 3 വിഭാഗങ്ങളാണ്. ആർട്ടിസ്റ്റുകളല്ല, ആർട്ടിസ്റ്റ് പണം അങ്ങോട്ട് വാങ്ങുന്നവരാ, ടെക്നീഷ്യന്മാർ പണം അങ്ങോട്ട് വാങ്ങുന്നവരാ. അപ്പൊ ഈ പണം മുടക്കുന്ന ആരൊക്കെയാണ്? പ്രധാനമായും പണം മുടക്കുന്നത് പ്രൊഡ്യൂസറാണ്. രണ്ടാമത് പണം മുടക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടറാണ്. മൂന്നാമത് പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? തിയേറ്ററുകളാണ്, അല്ലെങ്കിൽ നമുക്കറിയാലോ എക്സിബിറ്റേഴ്സ് ആണ്. ഈ 3 വിഭാഗത്തിന്റെ അപ്പെക്സ് ബോഡിയാണ് ഫിലിം ചേംബർ. അപ്പൊ വനിതാ കമ്മീഷൻ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഇതിന്റെ മോണിറ്ററിങ് ഏറ്റെടുക്കണം. കാരണം നിങ്ങളാണല്ലോ പടങ്ങൾക്ക് സാങ്ഷൻ കൊടുക്കുകയും പ്രോജക്റ്റുകൾ നിങ്ങൾ നോക്കുകയും നിങ്ങളുടെ മെമ്പേഴ്സ് ആണല്ലോ പടം പിടിക്കാൻ വരുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇരു കഴിഞ്ഞിട്ട് സ്വീകരിച്ചു. ഞങ്ങൾക്ക് മലയാള സിനിമ നന്നായി പോകണം. അപ്പൊ ആ ആഗ്രഹമുള്ളതുകൊണ്ടാണല്ലോ ഞങ്ങൾ സ്വീകരിച്ചത്. അതിനുശേഷം 3 വർഷമായി ഞങ്ങളിത് എന്ത് ചെയ്തു? ഒരാളൊരു പ്രോജക്റ്റുമായിട്ട് വരുമ്പോൾ ഞങ്ങൾ നിയമങ്ങളെല്ലാം മാറ്റി. നിങ്ങൾ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഈ സിനിമ ലൊക്കേഷൻസ് എവിടെയൊക്കെ ചേഞ്ച് ചെയ്യപ്പെടുന്നു. നമുക്കറിയാം, ഒരു 50-60 ലൊക്കേഷനിൽ ഒരു സിനിമയിൽ സ്വാഭാവികമായും ചിലപ്പോൾ അത് കൂടാം, അത് കഥയനുസരിച്ചാണല്ലോ. അപ്പൊ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു IC രൂപീകരിക്കണം. ആ ICയുടെ ലിസ്റ്റ് ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് എല്ലാം അവിടെ IC രൂപീകരിച്ചത് മാത്രമല്ല, നമ്മുടെ G. സുരേഷ് കുമാറാണ് നമ്മുടെ ജനം ടിവിയുടെ ചെയർമാൻ. അദ്ദേഹമാണ് ഞങ്ങളുടെ ഇതിന്റെ ചെയർമാനും. അപ്പൊ ഞങ്ങള് അത് അവിടെയുള്ള ബസ്സുകളിൽ, ഈ പ്രൊഡക്ഷനുള്ള ബസ്സുകളിലൊക്കെ ഇത് ഒട്ടിക്കണം. അവിടെ വരുന്ന മുഴുവൻ മെമ്പേഴ്സിന് സിനിമയുമായി ബന്ധപ്പെട്ടുന്ന അഭിനേതാക്കൾ മാത്രമല്ലല്ലോ കേട്ടോ, ലേഡീസ് ആയിട്ടുള്ളത്. മേക്കപ്പിൽ കാണാം, കോസ്റ്റ്യൂംസിൽ കാണാം, അതുപോലെ തന്നെ നമ്മുടെ പല വിഭാഗത്തിൽ അസോസിയേറ്റ് ഡയറക്ടർമാരായിട്ടും ഒക്കെ ഉണ്ട്. ഇപ്പൊ പെൺകുട്ടികൾ പല മേഖലയിലും സിനിമ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരോട് ഇത് പറയണം, ഇതാ ഇവിടെ ഒരു IC ഉണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആ കംപ്ലൈന്റ് ഞങ്ങൾ പരിഹരിക്കുന്നു എന്നല്ല അർത്ഥം. ഞങ്ങളിത് അവിടത്തെ ഒരു സാധാരണ നമുക്ക് തീർക്കാവുന്ന തർക്കമാണ് പക്ഷേ തീർക്കാം. അത്തരത്തിൽ ആരെയും ബോധവൽക്കരിച്ചില്ല എന്ന് മാത്രമല്ല, പല പരാതികളും അപ്പോൾ തന്നെ അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണല്ലോ ഈ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ഒക്കെ രൂപീകൃതമാക്കേണ്ടി വന്നത്.